alaikum. Eid Mubarak. Welcome to Cook with Rumana. ನಾನು ಇಂದರು ಈದ್ ಬ್ಲಾಗ್ ಇಟ್ ಬಂದರು ಅದ್ರಲ್ಲಿ ನಂಗೆ ಈದ್ಗೆ ಔಟ್ಲಾಕ್ಯೋ ಫುಡ್ ಡೀಟೇಲ್ಸ್ പിന്നെ ഞാനിപ്പോൾ അബുദാബി എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൽ ಅದರ ಡೀಟೇಲ್ಸ್ ನಂಗೆ ಫ್ರೀ ಇತ್ತು ಕವರ್ ಹಾಕಿರೋ ಸೈಡಲ್ಲಿ ನಂಗೆ ಕವರ್ ಹಾಕಿರ ഇവിടെ ചെറിയ പാർക്കെല്ലാം ഉണ്ട് പാർക്കല്ല ഒരു ഗാർഡൻ അവിടെയെല്ലാം പോയിട്ട് ഞങ്ങൾ ഈദ് സെലിബ്രേറ്റ് ആക്കിര അപ്പം ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ട് നോക്കാം. ನಾನಿದು ಮೊನ್ನೊಂದು ಕನ್ನಡದಲ್ಲೂ ಮಲಯಾಳದಲ್ಲೇ ಬ್ಲಾಗ್ ಆಗಿಟ್ಟುള്ളൂ ಬೇರೆ ಇತರದಲ್ಲಿ ನಾನು ಬ್ಲಾಗ್ ಹಾಕಿಟ್ಟಿಲ್ಲ ಎಂತ ಮಿಸ್ಟೇಕ್ ಇಂದಂಗೆ നിങ്ങൾ എൻ്റെ മാഫാക്കണം. അപ്പോൾ ഈ വ്ളോഗ് തെല്ലേറ്റിട്ട് ഞാൻ അപ്ലോഡ് ആക്കുമ്പോൾ ഞാനൊരു പെരുന്നാളെ ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളൂ. പെരുന്നാൾ മുന്നോളത്തുണ്ട് എൻ്റെ ഹസ്ബൻഡ് കുർബാനികളിലും ആട് കൊമ്പറ പോയിട്ട് ഹസ്ബൻഡും ബ്രദറും అయితే സുബൈക്ക് ആട് കൊമ്പറ പോയാറ്. ഞങ്ങൾ ജന്നാൾ മുന്നേ കൊമ്പറിന് വിചാരിച്ചിരുന്നേ ബട്ട് കൊമ്പറ കഴിയിട്ടില്ല. ഹസ്ബൻഡ് വീഡിയോ എടുക്കുന്ന സബിളിൽ ഹസ്ബൻഡ് ആഡ് ആയിട്ടില്ല. ഹസ്ബൻഡ് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ഒരു 11 ടൈമെല്ലാം പോയിട്ട് ആടുക്ക് വന്നാറ്. ഞങ്ങളുടെ ബിൽഡിങ്ങിന് കീഴേ കെട്ടൊക്കെ പക്കുന്നപ്പോൾ മോൻ്റെ ഫ്രണ്ട് ഉള്ളാറ്. അങ്ങക്ക് എന്തും തിന്നോ കൊടുക്കോ പോയാറ്. ഈ ആടായെങ്കിൽ അറബി ആടായസോ പോലെ അത് കുബൂസ് മാത്രം തിന്നണം. ബാല അങ്ങനെ എന്തോ അത് തിന്നില്ല, കുബൂസ് മാത്രം തിന്നണം, തന്നി കുബൂസ്. പിന്നെ നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞാൽ പിന്നെ മക്കോ ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ മാക്സ് ಬಂದ. ನಾನು ನಾರ್ಮಲಿ ಮ್ಯಾಕ್ಸ್ ಇರಮ್ಮ ಮಕ್ಕೋ ಡ್ರೆಸ್ എടുക്കാം. ಮಕ್ಕ ಬೇಗ ಬೆಲ್ಲಿಯವ್ರಲ್ಲ വെറുതെ കാശ് ചുമ്മാ ചിലവാക്കണ്ട. ഞങ്ങൾ അഫോർഡബിൾ റേറ്റിൽ മാക്സിൽ കിട്ടറല്ലേ. പിന്നെ കൊറോണ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നും പോകണില്ല. സാധാ ഡ്രസ്സ് മൈ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ മക്കൾക്ക് മാത്രമേ ഡ്രസ്സ് എടുക്കാം. നക്ക് ഞായറാഴ്ചയെല്ലാം പറയുമ്പോൾ കോന്ന ഡ്രസ്സ് ഇന്നിട്ട് അയങ്കും ഹസ്ബൻഡും ബ്രദറും ചെറിയൊരു ടീഷർട്ട് എടുത്താറ്. ഞങ്ങൾ ചെറിയ പെരുന്നാൾക്കും ഞങ്ങൾക്ക് ഡ്രസ്സ് എന്ത് എടുക്കുകയില്ല. ചെന്നെങ്കിൽ അബുദാബിയിൽ മോൾസ് എന്ത് ഓപ്പൺ ഇല്ല ಅಂತ മക്കൾക്ക് മാത്രം ഞങ്ങൾ ക്യാരി ഫോറിൽ എടുത്തുന്ന ಡ್ರೆಸ್ ಈ ಬಟ್ ನಂಗೆ ಇಲ್ಲ ರಾಯತ್ಲಿ ഇപ്പോൾ പേരൻസ്ക്കും ഫാമിലിക്കാർക്കും അങ്ങനെ ഡ്രസ്സ് എന്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ ആക്കണ്ട ചെന്ന് പിന്നെ ജസ്റ്റ് ഞങ്ങൾ പെണ്ണിങ് എല്ലാവരും ആക്കറ പോലെ വിൻഡോ ഷോപ്പിംഗ് ജസ്റ്റ് അത് ഇതെല്ലാം നോക്കാം. ഞാൻ അവിടുത്തെ ഡ്രസ്സ് നോർമലി എടുക്കില്ല. ഞാൻ ರಾಯತ ಬರುമ്പോൾ ನಾನೇ ಸ್ಟಿಚ್ ಹಾಕಿ ಡ್ರೆಸ್ പോലെ ನಾನೇ ಸ್ಟಿಚ್ ಹಾಕಿತ್ತೆಲ್ಲ ಕೊಂಡು പിന്നെ മോൻ ഫുള്ള് ചുറ്റിത്ത് അവിടെയുള്ള ടോയ്സും കളിക്കുന്നതും അങ്ങനെയെല്ലാം എടുത്താ. പിന്നെ എത്ര ಬೇಗ ನಂಗೆ ಬಂದ ಚೆಮ್ಮ നേര ನಿಂಡದ್ದು ಬರದಾಗ ಬಂದಂಗೆ ಕುಪ್ಪದ್ರ ಹಾಕಂಡ ചെറിയ 30-40% സ്പേസിലല്ല ഞങ്ങൾ ಬಿಡ್ರು. ಅದನ್ನೇ ಬಿಲ್ಲೆಲ್ಲ ಹಾಕಿ പിന്നെ ഞങ്ങൾ ಬೇಗ ಔತ್ಗೆ ಬಂದ ಚೆಂದ ನಕ್ಕೆ ഈദ്ഗുള്ള പ്രിപ്പറേഷൻ ഞാൻ ಯಾರೈತು മുന്നൽത്തൻ്റെ ആക്കി ಬೇಕರ ಮ್ಯಾಕ್ಸಿಮಮ್ ചെന്ന പെരുന്നാളുണ്ട് വെറുതെ അടുക്കാരെ ഇങ്ങനെ തിരിയണ്ട വിചാരിച്ചിട്ട് ഞാനൊരു കേക്കും ഒരു പുഡിങ് ആക്കറോ. കേക്ക് ഞങ്ങളിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മിൽക്ക് പിസ്ത കേക്ക് അതൊരു മോയിസ്റ്റ് കേക്ക്. ನಾವು ನಾರ್ಮಲಿ ಇದು ಕೇಕ್ ಹಾಕೋನಕ್ಕೆ ಬಂಡಿಗೆ ನಾನು ಹಾಕೋಕೆ ರೆಡಿ. നോർമലി എന്തിങ്ങനെ വേണമെങ്കിൽ ആക്കണം. ഞങ്ങൾ അവത്തിൽ ബർത്ത്ഡേ അങ്ങനെ എന്തും സെലിബ്രേറ്റ് ആക്കില്ല. എൻ്റെ ഹസ്ബൻഡിങ് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ആക്കുറോ കേക്ക് കട്ടാക്കുറോ അങ്ങനെ എന്തും ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ കേക്ക് കട്ടിങ് ടൈപ്പിലാക്കില്ല. അത് എന്തെല്ലോ ഹസ്ബൻഡിಗೆ അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ನಾನು ಕೇಕ್ ಬೇಗ ರೆಡಿ ಹಾಕಿತ್ತು. അതിൽ പിന്നെ ನಾನು ಟಿಕ್ಕ ಬಿರಿಯಾನಿ ಹಾಕಿയുള്ളൂ. അപ്പോൾ അതിലുള്ള മസാലയും ನಾನು ರೆಡಿ ಹಾಕಿತ್ತು. ವೆಜಿಟೇಬಲ್ಸ್ ಎಲ್ಲ ಕಟ್ ಹಾಕಿತ್ತು. ಎರ್ಚಿಗುള്ള മസാലയും ರೆಡಿ ಹಾಕಿತ್ತು ಬೇಕರೆ. പിന്നെ ನಾನು ಬಟರ್ ಸ್ಕಾಚ್ ಪುಡ್ಡಿಂಗ್ ಹಾಕಿ ಅದು ವೀಡಿಯೋಲ್ಲೇ ಚಮೇಲೆ ಎಂಥವ್ರು ಬೇಡ ನಾನು ಆ್ಯಡ್ ಹಾಕಿತ್ಲೆ. ನೆಕ್ಸ್ಟ್ ಇನ್ನು ಅವ್ರವ್ರ ಕೈತು ನಾನು ಇಡ್ರೆ. പിന്നെ ബീഫ് ഫ്രൈ ആക്കും അതും റെഡിയാക്കി വെച്ചിരുന്നു. ഫ്രൈ മാത്രം ആക്കുള്ളൂ പിറ്റാണ്ടിക്ക്. പിന്നെ ഞാനിത് ചോറ് ടിക്ക ഗ്രില്ലാക്കിയിട്ട് ചോറെല്ലാം പിറ്റേന്ന് സുബൈക്ക് നിസ്കാരെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം റെഡിയാക്കി പിന്നെ ഒരു 7 ಗಂಟೆ ആകുമ്പോൾ ദമ്മിട്ട് ಬಿಟ್ರೆ പെരുന്നാളിന് ഞങ്ങൾ 12 ಗಂಟೆ ചോറിനുമ്പോൾ അപ്പം കറക്റ്റായിട്ട് ഇക്കറ് ചെമ്മനാര ദമ്മിടുമ്പോൾ. പിന്നെ അവത്ത് ഗസ്റ്റ് ഇന്നാറ് 12 ಗಂಟೆಲ್ಲ കലിയുമ്പോൾ ഞങ്ങൾ ചോറിനോ വെച്ചാൽ ചോറിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഗസ്റ്റിക്കും ഞങ്ങൾക്കൊരു പ്രൈവസിയുടെ പ്രോബ്ലം വേണ്ട ചെന്ന് അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവത്തുക്കു ഞങ്ങൾ സൂം കോൾ ആക്കിയാൽ എല്ലാവരും ഒട്ടിಗೆ പൽക്ക ಬರೆಯಲ್ಲ. അപ്പോൾ ಇಲ್ಲ ഓരോരുത്തർ ಫೋನ್ ಹಾಕೋನಲ್ಲೇ ಅದೆಲ್ಲ ಆಗಿ പിന്നെ ನಾನು ಲೈವ್ ಬಂಡೋಂಟು ಕನ್ಫರ್ಮ್ ಇಲ್ಲದ ಸಬಲ್ ನಾನು ಫಸ್ಟಿಗೆ ಯಾರಿಗೂ ಇನ್ಫಾರ್ಮ್ ಹಾಕಿಟ್ಟಿಲ್ಲ ಅಂತ ಹಂಗೆ ಆಗತ್ಯತ್ಬುಲ್ಲ ಆಲ್ಮಾರು ಬಂದన్నారు. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബർ പുതിയ ഫ്രണ്ട്സ് എല്ലാം ഇന്നാറ് അങ്ങെല്ലാം ಬಂದన్నారు. അപ്പോൾ ഭയങ്കര കൊസ്തി ഇತ್ತು. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 5:30 ಗಂಟೆ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടെ അബുദാബിയിലേ ഉള്ളൂ എമിറേറ്റ്സ് പാലസ് ഹോട്ടലിലേക്ക് പോയിട്ടുള്ളൂ. അതൊരു 7 സ്റ്റാർ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ ഹോട്ടലിലേക്ക് പോകണ്ടല്ല. അവിടെയുള്ള ലോബി ഗാർഡൻ അങ്ങനെയുള്ളത് ഫ്രീ എൻട്രി ഉണ്ടോ അത് മാത്രമേ പോയിട്ടുള്ളൂ. 7 സ്റ്റാർ ഹോട്ടലിൽ പോകേണ്ട അത്ര വലിയ ആളൊന്നും ഞാനല്ല. ബട്ട് ഭയങ്കര വെയിലിന്ന സബിൽ ഇവിടെ ഗാർഡനിലെല്ലാം ഞങ്ങൾക്ക് ചുത്താം. ബട്ട് ഭയങ്കര വെയിലുണ്ടോ വെയിലും അതുപോലെ ഹ്യൂമിഡിറ്റി ഉണ്ടോ. ഞങ്ങൾക്ക് ഉറക്കത്ത് മുന്നേ വെള്ളിയാഴ്ചയാകുമ്പോൾ നോർമലി അങ്ങനെ ഇക്കറ് ക്ലൈമറ്റ്. പിന്നെ അവിടുത്തെല്ലാം ആൾമാർ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഹ്യൂമിഡിറ്റി ആറോ. പിന്നെ മക്കോ ഇന്ന സബಲು ഞാൻ അങ്ങനെ പുറത്ത് ഇല്ലിട്ടില്ല. കാറിലെ ജസ്റ്റ് ചുറ്റിത്ത് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി നോക്കി അത്രമേ. ജസ്റ്റ് കാറിലൊരു 2 റൗണ്ട് അടിച്ചാൽ പുറത്ത് ഇല്ലിട്ടില്ല. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ ഫൗണ്ടൈൻസ് ഉണ്ടോ അതിൻ്റെ എൻട്രൻസിൽ. ഇപ്പോൾ ഇതൊരു റോയൽ
ರಾಯಲ್ ಫ್ಯಾಮಿಲಿರ ಅಂಡರ್ಲಿ ಸಬಲು ಇದು ರಾಯಲ್ ಟೆಕ್ಸ್ಚರ್ ಐತುಲ್ಲರು 7 ಸ್ಟಾರ್ ಹೋಟೆಲ್. ನಾರ್ಮಲ್ 7 ಸ್ಟಾರ್ ಹೋಟೆಲ್ ಹೆಂಗೆ ನಿಕ್ರೆ ನಕ್ಕೆ ಬಿಡ್ಲೆ, ಬಟ್ ಇದು ನಕ್ಕೋರು ರಾಯಲ್ ಫೀಲ್ ಐತೆ. ರಾಯಲ್ ಫೀಲ್ ചെന്ന് ഞങ്ങളൊരു അരമന ടെക്സ്ചറിലങ്ങ് ആക്കിരോ. അരമനക്ക് ಬೇರೆಲ್ಲಿ ಎಂದ್ರೆ ಚೆಲ್ರಾರ ನಕ್ಕೆ ಬಿಡ್ಲೆ, ബംഗ്ലാവ് അങ്ങനെ ಐತಿಕ್ಕು ಚೆಲ್ರೋ ನಕ್ಕೆ ಬಿಡ್ಲೆ. ആരും ಗೊಂತಿ ನನಗೆ ಕಮೆಂಟ್ ಹಾಕ. പിന്നെ ഞങ്ങൾ കാർ പാർക്ക് ആക്കുക. കാർ പാർക്ക് ഇപ്പോൾ ഇവിടെ ബണ്ട വിസിറ്റേഴ്സ്ക്കും ഞങ്ങൾ ഫ്രീ ആയിട്ട് നോക്കോ ബണ്ടക്കും എല്ലാവർക്കും ഒരേ സെയിം പാർക്കിംഗ്. ജസ്റ്റ് പുറത്ത് വന്ന പിന്നെ ഞങ്ങൾ പുല്ലൂരഞ്ഞ പോയാൽ നോക്കോ ಮತ್ತು ಅವರ ನಿಕ್ಕೋ ಅವರ നോക്കൂ. ബട്ട് നിക്കോകാവില്ല, ഭയങ്കര കാൽ റെഡിയില്ല, ഇങ്ങനെ ഹ്യൂമിഡിറ്റി വന്നുകൊണ്ടുണ്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉൽഗമേ പോയാൽ ചെന്നെങ്കിൽ ജസ്റ്റ് ഉൽഗ പോകും തെളിപ്പോണം, ഇങ്ങനെ പത്തിത്ത് പോകണോ. ആ ബെയിലും ഞങ്ങൾ താങ്ങണ പിന്നെ ചെമ്മൻ ഉണ്ടല്ലേ, മക്കോ ഇല്ലാറില്ല. മക്ക എങ്ങനെ ഞങ്ങൾ എടുക്കൊക്കെ അങ്ങ് വിടില്ല, ഞങ്ങൾക്ക് നടക്കണോ. അപ്പോൾ പിന്നെ ചെമ്മൻ ആറവരല്ലേ നടന്നക്ക് മേൽ പോകും. ഇത് പടത്തിൽ കാണുന്ന ഒരു വീവ് ഇങ്ങനെ പോൽമന ലൈറ്റ് ഇക്കുമ്പോൾ വേറെ ഒരു വീവ് ഇക്കറ്. ഇതിങ്ങനെ ചിലർ എന്താ എന്നെങ്കിൽ ഇത് അബുദാബിയുടെ ഒരു പ്രൗഡ് ಬೇಣೈತಿಂಗ ಇದಾಕಿರೋ, ಈ ಬಿಲ್ಡಿಂಗ್ ಹಾಕಿರೋ, ಈ ಹೋಟೆಲ್ ಹಾಕಿರೋ. ഇത് പ്രോഫിറ്റ്ക്ക് ಬೇಣೈತಿ എന്തുമല്ല, ബട്ട് ബണ്ടങ്ങളൊക്കെ പൈസ എടുക്കാറ്. ബട്ട് ഇത് പല പ്ലേസിൽ ബണ്ടോ ഒഫീഷ്യൽ മീറ്റിംഗ് അങ്ങനെയുള്ള പല പ്ലേസിലുള്ള രാഷ്ട്രപതി അങ്ങനെയെല്ലാം വരുമ്പോൾ ഇവിടെ അങ്ങ് സ്റ്റേ ആക്കറോ. ഞങ്ങൾ പ്രധാനി വരുമ്പോൾ മോദി അങ്ങനെയെല്ലാം വരുമ്പോൾ അങ്ങനെല്ലാം ഇവിടെ സ്റ്റേ ആക്കറോ. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ വെൽക്കം ആക്കാറ്. ഇപ്പം ഞങ്ങൾ അങ്ങക്ക് കാണുമ്പോൾ ഒന്ന് തുടങ്ങും, അങ്ങ് ഇവിടുത്തെ വിസിറ്റർ അല്ല, ജസ്റ്റ് ഇത് ലോബി നോക്കോ ബണ്ടങ്ങ ഞങ്ങൾ അങ്ങ് ഒരുപോലെ അവിടുത്തെ സ്റ്റാഫെല്ലാം ഞങ്ങൾ ഒരുപോലെ വെൽക്കം ആക്കാറ്. നല്ലൊരു പ്ലേസ് ഇത്. ദുബായ് അബുദാബിയിലൂടെ ആരെങ്കിലും ദുബായിൽ അബുദാബി ബണ്ടങ്ങ അറിയുന്നെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിക്ക് ഞങ്ങൾക്കൊരു അരമന എങ്ങനെയുണ്ട് നോക്കാം. മൈസൂർ പാലസ് ഇതിനെക്കാട്ടി സൂപ്പർ എൻ്റെ ഹസ്ബൻഡ് ചെന്ന മൈസൂർ പാലസ് പോയിട്ടില്ലേ, അപ്പം എനിക്ക് പിടില്ല. ഊർത്ത സൊറ മാക്സിമം ഇത് കാണാൻ എനിക്ക്. ഇതൊരു അത്ര അടിപൊളിയായിട്ടുള്ളൊരു ആർക്കിടെക്റ്റ്. ഇതൊരു ഡ്യൂം നോക്കാം. ഇതൊരു 6 ഫ്ലോർ ഉണ്ടോ. ഈ 6 ഫ്ലോറിലും മാർബിളും ഗോൾഡും ആയിട്ടുള്ള വർക്കുള്ള ഇതിൽ ഫുള്ളായിട്ട്. മോൻ പിന്നെ നല്ല പ്ലേസ് ചെയ്യുന്ന സബോൾ മക്ക ഇങ്ങനെ ഫുൾ ഓടി കളിച്ചോണ്ടുള്ളാറ്. പിന്നെ പത്ര വേറാരും അങ്ങനെ ഇല്ലാത്ത സബോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ബുട്ടാങ്ക് ചന്ത കളിക്കല്ലേ ചന്ത. ഇതിലൊരു 400 റൂമുണ്ട് ചൊല്ലും. ഒരു 390 to 400 റൂമുണ്ട് ഇതിൽ. പിന്നെ അത്ര കോസ്റ്റ്ലിയും ഞങ്ങൾക്ക് നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരുക്കത്തും കൂടെ സ്റ്റേ ആക്കുകയൊന്നും ആവില്ല. വേണമെങ്കിൽ 2-3 months സാലറി ഇതാക്കിയിട്ട് വേണേ പോയിട്ട് സ്റ്റേ ആക്കാം ഞങ്ങൾക്ക്, അത്ര ആസയുണ്ടെങ്കിൽ. അത്ര സൈലൻറ്റ് കൂടെ എനിക്ക് ഇത് ഓൺ വോയിസ് ಬಂತು ನಿಂಗೆ ಎಕ್ಸ್ಪ್ಲೇನ್ ಹಾಕೋನು ಉಂಟಿಂತ. ಬಟ್ അങ്ങനെ വീഡിയോ എടുക്കുക അങ്ങ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ബുഡില്ലേ. ബട്ട് ഞാൻ റിക്വസ്റ്റ് ആക്കിയിട്ട് വീഡിയോ എടുത്തോ, ഫോട്ടോ മാത്രമേ വീഡിയോ വേണ്ട എന്നാറ്. പിന്നെ ഇത് ഉള്ള ബീച്ച്, ഇത് കൂടെ സ്റ്റേ ആക്കാനുള്ള പ്രൈവേറ്റ് ബീച്ച്, ഈ ഹോട്ടലിൻ്റെ അണ്ടറിലുള്ള പ്രൈവേറ്റ് ബീച്ച്. ഇത് ഞങ്ങൾക്ക് എൻട്രാ ആവുകയൊന്നും ആവില്ലേ. എൻട്രായ പിന്നെ ഡൗൺക്ക് 2 ഫ്ലോർ ഉണ്ടോ. ഈ സ്റ്റെപ്പിനാ ഇഴിഞ്ഞോല്ല. ഇപ്പം നോക്കാം നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ ഇളിയുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റെപ്പിലിരൊരു ഫീൽ ആവില്ല. ഇതൊരു സ്പോഞ്ചർ മേൽ കാൽ വെച്ചൊരു ഫീൽ ആവും. അത്ര കംഫർട്ടുള്ളൊരു മാറ്റ് ഇത്, കാർപ്പറ്റ് ഇത്. ഞങ്ങൾ ഇല്ലെങ്കിൽ സ്റ്റെപ്പിലിയൊക്കെ അത്ര ഇഷ്ടാവില്ല. ഞങ്ങൾ എസ്കലേറ്ററിൽ പോകണ്ട. അപ്പുറത്തെ സൈഡിൽ ഇതിൽ സെയിം എസ്കലേറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ആ സൈഡിൽ കാണാൻ നോക്കണെങ്കിൽ 2 ഫ്ലോർ ഉണ്ട് ഇങ്ങനെ. ഇവിടെ നോർമലായിട്ട് ഈ ഫ്ലോറിൽ അങ്ങനെ കോൺഫറൻസ് റൂംസ്, മീറ്റിങ്സ്, ഗവൺമെൻറ് ഒഫീഷ്യലായിട്ടുള്ള മീറ്റിംഗ് അങ്ങനെയെല്ലാം ഉടമ ആവറോ ചിലരാറ്. ചെന്നാൽ ഇവിടെ ഓയിൽ ബിസിനസ് ഉള്ളതല്ല, അതിലുള്ള മീറ്റിങ്സിൽ ഉടമ ആവറോ. അങ്ങനെയുള്ള കോൺഫറൻസ് റൂമെല്ലാം ഈ ഫ്ലോറിലുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിലോ മെസ്നൈനിലല്ല. അതിൽ പിന്നെ ഇവിടെ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയെല്ലാം ഉണ്ട്. ഇട്ട് അതിപ്പെല്ലാം ചമ്മത്തെല്ലാം ക്ലോസ് ഇക്കും. കുറേ പിന്നെ ഗസ്റ്റ് കൊറടിയല്ലേ. ഇപ്പോൾ പണ്ടത്തെ പോലെ എന്തായാലും ഗസ്റ്റ് ഇപ്പം ഇല്ലല്ലേ, കൊറടിയല്ലേ ഗസ്റ്റ് ഉള്ളൂ. അതിൽ പിന്നെ ലക്സുറി ആയിട്ടുള്ള വാച്ചസ്, ഡയമണ്ട്സ് അങ്ങനെയുള്ള ട്രേഡിങ്, ഷോപ്പിംഗ് അങ്ങനെയെല്ലാം ഉണ്ട്. ഇത് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ അവാർഡ്സ് എല്ലാം. ഇത് വേൾഡിൽ 2nd 7 സ്റ്റാർ ഹോട്ടൽ. ഫസ്റ്റ് ഞങ്ങൾ ബുർജ് അൽ അറബ് ദുബായിലുള്ളത്, സെക്കൻഡ് ഇത്. അപ്പോൾ യു എയിൽ ഫസ്റ്റും സെക്കൻഡ് ഉള്ളൂ. ഇത് ഞാൻ ചെന്നോ ട്രേഡിംഗ് എല്ലാം ഇവിടെ ഉള്ളൂ, ഷോപ്പിംഗ് ഉണ്ടോ. അതായത് ലക്സുറി ഷോപ്പിംഗ് മാത്രം, ഡയമണ്ട് വാച്ചസ് അങ്ങനെയുള്ളതല്ല, എല്ലാ ഐറ്റംസ് അല്ല. അത് നോർമലി 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ ഇക്കറ്. പിന്നെ എത്ര ചമ്മ ആൾമാർ ഇന്നെങ്കും അത്രേ വലിയൊരു ലോബിയായ സബലു അത് ഞങ്ങൾക്കിപ്പോൾ പ്രോബ്ലം അല്ല.
അത്ര ആളിന്നാറ് പെരുന്നാളായസപ്പോൾ എത്തിക്കൂ ചമ്മാലിന്നാറ്. പിന്നെ ദുബായിൽ ഏത് പ്ലേസ് പോയെങ്കിൽ ഭയങ്കര ക്രൗഡ് എത്തിക്കറ്. അബുദാബിയിൽ അത്ര ക്രൗഡ് ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോൾ കോവിഡ് ടൈം ആയസബലാണ് നക്കിപ്പിടില്ല. ഞാനിപ്പോൾ അബുദാബി ഷിഫ്റ്റ് ചെയ്തൊരു 4-5 months ആയിട്ട് വന്നതുകൊണ്ട് കോവിഡ് അയെങ്കും അങ്ങനെ എനിക്ക് ഫീൽ ആവില്ല. അബുദാബിയിൽ അത്ര ക്രൗഡ് എനിക്ക് ഫീൽ ആവില്ല. പിന്നെ ഈ ടൈമൊക്കെ ಎಲ್ಲ ಆಗಿ ಬರುമ്പോൾ ഇപ്പോൾ 7 ಗಂಟೆ ಎಲ್ಲ 7 ಗಂಟೆ ಎಲ್ಲ ಆಗಿ ಬರುമ്പോൾ ಎಲ್ಲ ಯಾರ ಫ್ಯಾಮಿಲಿ ಬಂದಾರು. ಬೆയിലപ്പോൾ പോയ അപ്പെಲ್ಲ എത്തിക്കൂ തെല്ല ಯಾರ ಫ್ಯಾಮಿಲಿ ಎಲ್ಲ ಬಂದಾರು. മോണെങ്കിൽ പോവാ ചെല്ലുമ്പോൾ മോനക്ക് ബരൊന്നും മനസ്സില്ല. പിന്നെ ഇവിടെ ഫൗണ്ടൈൻ വാട്ടറെല്ലാം ഉണ്ട്. പിന്നെ അതൊന്നും ജസ്റ്റ് ഇങ്ങനെ നോക്കി നടന്നോണ്ടില്ല. അപ്പോൾ ഇവിടെ ബ്രദറുടെ ഫ്രണ്ടും വന്നപ്പോൾ ബ്രദർ പിന്നെ അങ്ങോട്ട് പോയാ. ഫൗണ്ടൈനെല്ലാം കാണുമ്പോൾ ചെറിയ മോനക്ക് അവിടെ പോകണോണ്ടുണ്ടോ. ചെറിയോണ്ട് ഉറക്കത്തും വിടക്കാവില്ല. പിന്നെ ഞങ്ങൾ വലിയോണ്ട് വിട്ടത്ത് ഞങ്ങൾ അഞ്ഞമ്മേനി ഉണ്ടാ. ഈ ഫൗണ്ടൈനിലെല്ലാം ഫുൾ അവൻ കളിച്ചോല്ല. അവിടെ എന്തും ആൽമാരില്ല. ആൽമാരെല്ലാം അവിടെ ഫോട്ടോ എടുക്കുന്നതിൽ ഗാർഡനിലുള്ളാറ്. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ ഔട്ടിൽ ഇന്ന പോലെ അവനക്ക് ഫീല്. അപ്പോൾ ഫുൾ അതിൽ കളിച്ചോല്ല. ഫുള്ള് ഡ്രസ്സ് നനഞ്ഞോണ്ടുണ്ട്. പിന്നെ ഞങ്ങൾ മുമ്പ് ടെപ്പിങ് കുറക്കല്ലേ. പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിലಲ್ಲಿ ഇക്കರೆ ಸ್ವಲ್ಪ മക്കളെ കെട്ടിയിട്ട് വെച്ച പോലെ അല്ലേ വരുമ്പോൾ ഫ്രീ ആവട്ടുണ്ട്. ഇപ്പോൾ 3-4 months ഞങ്ങൾ ഉൾഗമേലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മോണ്ടോട്ട് മോന്തിയിട്ട് ഞങ്ങൾക്ക് ബാങ്ക് പോയിട്ട് ആ ടൈം അപ്പോൾ പോകണു പോയിട്ട് നിസ്കരിക്കണം. പണ്ടായി ഞങ്ങൾക്ക് എവിടെയും റോഡ് സൈഡിൽ പോകുമ്പോൾ പള്ളി ഇക്കറ്. ആ പള്ളി പോയിട്ട് നിസ്കരിച്ചിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് എന്തും ചേഞ്ച് ആക്കുന്നെ, മക്കൾക്ക് എന്തും ചേഞ്ച് ആക്കുന്നെ, അങ്ങനെ ചേഞ്ച് ആക്കാം. പെട്രോൾ പമ്പിൽ എന്തും തിന്നോക്കുന്നെങ്കിൽ ചായ കുടിക്കുന്നെങ്കിൽ അങ്ങനെയെല്ലാം ചേഞ്ച് ആക്കാം. ഇപ്പം പിന്നെ അങ്ങനെ ആ സിറ്റുവേഷനുമല്ല. പിന്നെ ഇന്നേക്കും ഞങ്ങൾക്കൊരു പേടിയുണ്ട്. എല്ലാവരും ഇങ്ങനെ പുറത്ത് ആൾമാർ ബണ്ടതല്ലേ, വെറുതെ ഞങ്ങൾ റിസ്ക് എടുക്കേണ്ട ചെന്ന് ഞങ്ങൾക്കെന്തോ ആ ഒരു പ്രോബ്ലം അല്ലേ. മക്കൾക്കുമ്പത്ത് വെറുതെ ഒരു റിസ്ക് എടുക്കോ തീരല്ലേ. അപ്പോൾ അവത്ത് പോയി ചെല്ലുമ്പോൾ അവനും പോകണ്ട. ഇന്ന് ഇവിടെ പോയില്ല, ഞങ്ങൾ ബീച്ചിൽ പോയി ചെന്നോളൂ. ബಟ್ അബുദാബിയിൽ 7 ಗಂಟೆ പിന്നെ ബീച്ചിക്കില്ല. ಕೋವಿಡ್ ಆಯ್ತಾ ನನಗೆ ಹತ್ರ ಗೊತ್ತಿಲ್ಲ. ಬಟ್ ನಾನು ನೋಕಿಯ ಹತ್ರ 7 ಗಂಟೆ പിന്നെ ഇവിടെ നോർമലി ബീച്ചിക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഊർത്തോ പോകാൻ നോക്കിയിട്ടുള്ള ജസ്റ്റ് ഒന്ന് പാടർക്ക് മോനക്ക് ഗാർഡനെല്ലാം നോക്കാൻ ചെന്നപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിട്ട് ഗാർഡനെല്ലാം നോക്കിയാൽ അതിനാണിങ്ങനെ അങ്ങനെ ഗാർഡൻ ഇങ്ങനെയല്ലേ ജസ്റ്റ് പുല്ല് മാത്രമേ ഉള്ളൂ, വേറെ ഫ്ലവേഴ്സ് അങ്ങനെ എന്തില്ല. ജസ്റ്റ് ചുറ്റിട്ട് ഞങ്ങൾ പോയോല്ല. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരു 7 കാലെല്ലാം ഇരുന്ന് ഔത്ത് പോയിട്ട് ഞങ്ങൾ നിസ്കരിച്ചിട്ട് ഞങ്ങൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് ഫുൾ നഞ്ഞിറാണ്. ഞങ്ങൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് ചായയെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ ചായ എന്തും കുടിച്ചിട്ടില്ല ಅಂತ ചായയെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ അബുദാബിയിലുള്ള മറീന മോൾക്ക് പ്ലാൻ ആക്കിയിട്ടുള്ളൂ. പിന്നെ ഔട്ട്സൈഡ് ഇന്ന് എവിടേക്കും പോകാവില്ല. മോന്തി ആയെങ്കിലും നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. ഔട്ട്സൈഡ് പോകാവില്ല. ഇൻഡോർ എവിടേക്കായെങ്കിലും പോകണു. പിന്നെ ഞങ്ങൾക്ക് ഈ ടൈമിൽ അബുദാബിയിൽ മാത്രമേ ചുത്തൊക്കെ ആയിട്ടുള്ളൂ. ദുബായിക്ക് എൻ്റർ ആവുക ആയിട്ടില്ല. പോയി ഞങ്ങൾക്ക് വരുമ്പോൾ കോവിഡ് ടെസ്റ്റ് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അബുദാബി ബോർഡർ ഇപ്പോൾ 1.5 ജനത്തിങ്ങെല്ലാം ക്ലോസേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അബുദാബി വിട്ടിട്ട് എവിടേക്കും പോകാവില്ല. അബുദാബിയിലുള്ള ലിമിറ്റ് പ്ലേസിലേ പോകായിട്ടുള്ളൂ. ദുബായ് പിന്നെ എല്ലാം ഓപ്പൺ ആക്കിറാറ്. അബുദാബി പിന്നെ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടില്ല. കുറേ മാത്രം ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. ഞങ്ങൾ ഇഷ്ടം വന്നവിടെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. ഏതെല്ലാം ഓപ്പൺ ഉണ്ടോ അവിടേക്ക് പോകാം. അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോൾ അബുദാബിയിലുള്ളൂ. അതിൽ പിന്നെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ചിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സ് മക്കളെല്ലാം ചേഞ്ച് ആക്കിയിട്ട് അങ്ങനെ ഫ്രഷ് ആവുറാറ്. അല്ലെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഒരു ഇങ്ങനെ ഡ്രൈവ് ആക്കുമ്പോൾ അങ്ങനെ ടയർഡ് ആവുറാറ്. അപ്പോൾ അതിൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകണ്ട. പിന്നെ അബുദാബിയിൽ ദുബായിരെ പോലെയല്ല, റോഡിലെല്ലാം ഭയങ്കര ലൈറ്റിങ്. ഞാൻ ദുബായ് മറ്റൊരു 1 വർഷമല്ലേ എത്തും. ബട്ട് ഇത്ര ലൈറ്റിങ് ഞാൻ നോക്കിയിട്ടില്ല. ഭയങ്കര ഡെക്കറേഷൻ ലൈറ്റിങ്. റായത്ത് ഞങ്ങൾ ഈദ് മിലാദ് കേൾക്കറില്ലേ, ഞങ്ങൾ റായ ഫുള്ള് ലൈറ്റ് ഇട്ടത് അതുപോലെ. അതിൽ പിന്നെ ഞങ്ങളുടെ മറീന മോൾക്ക് വന്നാൽ മറീന മോളിൽ മോളുടെ ഉൾഗല്ല പാർക്കിങ്, ഓപ്പോസിറ്റ് സൈഡിൽ പാർക്കിങ്. അപ്പോൾ ചെറിയ മോൻ അവിടുത്തെ നടക്കോസറ് വരാം. അവനക്ക് പിന്നെ കാറിൽ ഇല്ലെങ്കിൽ നടക്കൊരു വിഷയം മാത്രം. അവന് ബച്ചും തോലും എത്ര ഞങ്ങൾ എടുത്തെങ്കിൽ ഞങ്ങളിട്ട് നിൽക്കില്ല. അല്ലെങ്കിൽ പിന്നെ നടക്കുക. ഈ ടൈം ആവുമ്പോൾ ഞങ്ങൾക്ക് പേടി. അവിടെ ഒരു തൊട്ടെങ്കിൽ ചിലർ പേടി. ബട്ട് അവൻ ഉറക്കത്തും സ്ക്രോളറിലും ഇതേക്കില്ല. പിന്നെ ഇതെന്ത് ജോയിൻറ്റ് വീല? ഇതെന്താ ജോയിൻറ്റ് വീല? ജൈൻറ്റ് വീലെല്ലാം ഇപ്പോൾ ക്ലോസ്, ഇല്ലെങ്കിൽ ഓപ്പൺ ഇക്കറിച്ചಂತ ഹസ്ബൻഡ്. പിന്നെ ഞങ്ങൾ റോഡ് ക്രോസ് ആക്കിയിട്ട് മോൾക്ക് പോയിട്ടില്ല. മോളുടെ എല്ലാ എൻട്രൻസും ഓപ്പൺ ഇല്ല. 1 ജൻ്റെ എൻട്രൻസ് ഓപ്പൺ ഉണ്ടിട്ട് 1 ജൻ്റെ എൻട്രൻസിൽ ക്ലോസ് ഉള്ളൂ. ഇല്ലെങ്കിൽ മോൾക്ക് കുറേ എൻട്രൻസ് ഉണ്ട്.
ನಾರ್ಮಲ್ ಐತಿ ಇದೆಲ್ಲ ಅಂಬತ್ತು ಗಲ್ಫ್ಲಿ ನಂಗೆ ಗೊಂತಿಕ್ಕು ಮಾಲ್ കുറേ ഫംഗ്ഷൻ ഇക്കറ് മക്കൾക്ക് എത്ത് ബലിയങ്ക് എത്ത് ചെന്ന് കുറേ ഒരു ഓപ്പൺ സ്റ്റേജ് ഫംഗ്ഷൻ ഇക്കറ് ബട്ട് ഈ ബട്ട ഞങ്ങൾ അതുണ്ട് വിചാരിച്ച ബട്ട് പോകുമ്പോഴൊന്നുമില്ല ಅಂತ പിന്നെ നോർമൽ കോവിഡ് പ്രോട്ടോകോൾ പോലെ എല്ലാ മൊത്തം സാനിറ്റൈസേഴ്സും ടെമ്പറേച്ചർ ചെക്കിങ്ങും ഗ്ലൗസും അതെല്ലാം അവിടെ ഉണ്ടോ അതെല്ലാം ചെക്കാക്കിയിട്ട് അങ്ങ് ബുട്ടോണ്ടുള്ളൂ പിന്നെ ആൾമാർ ഇതൊന്നും ചെക്കാക്കില്ല ആൾമാർക്കേ പേടിയുണ്ടോ എല്ലാവരും ഡിസ്റ്റൻസ് കീപ്പ് ആക്കിയുള്ളാറ് മോൻ മാത്രം ഇങ്ങനെ നടന്നുകൊണ്ടേ ഉള്ള അതുപോലെ അപ്പപ്പം ക്ലീനും ആക്കിയുള്ളാറ് ഇല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ക്ലീനിനെസ് ചെയ്യാറ് ബട്ട് ഇപ്പോൾ ജസ്റ്റ് അതിലും തെളിയ ആറേത്ത് മെയിൻറ്റെയിൻ ആക്കിയിട്ടുള്ളാറ് അപ്പപ്പം ക്ലീൻ ആക്കാറ് ഞങ്ങൾക്ക് ചെറിയ പെരുന്നാൾ ഇങ്ങനെ പുറത്തേ ബരോഗമായിട്ടില്ല ಅಂತ ചെന്ന് ഇതൊന്നും ഓപ്പൺ ഇല്ല ಅಂತ ಬೆಲೆ പെരുന്നാളാകുമ്പോൾ സിറ്റുവേഷൻക്ക് ചമ്മ ചേഞ്ചസ് ഉണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഗൾഫിൽ എന്തെങ്കിലും ഞങ്ങൾ പെരുന്നാൾ ഇങ്ങനെ എന്തും അല്ല ക്രൗഡും ഇങ്ങനെ എന്തും അല്ല ബട്ട് ഇത്ര എങ്കും ആയിത്തല്ലേ അൽഹംദുലില്ലാ പിന്നെ ഇവിടെ ബിൽഡിംഗ് മോളുടെ ഉൾഗത്തിലും ഫുൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടൈൻസ് ഉള്ളു മോൾക്ക് പിന്നെ തന്നി കണ്ടെങ്കിൽ നോർമൽ ഞങ്ങൾ ഔത്തിൽ കുളിക്കരെങ്കും അങ്ങനെ എത്ര കുളിച്ചെങ്കും മെയ്യാവാത്ത ടൈപ്പ് അപ്പോൾ പിന്നെ തന്നിയെല്ലാം കാണുമ്പോൾ മോനോർത്ത പന്തില്ല ഇങ്ങനെ നോക്കിയോളൂ ഈ മോൾ ഒരു 3-4 ടൈപ്പ് ആയിട്ട് ഫൗണ്ടൈൻ ഉണ്ട് ഈ മോളുടെ ഉള്ളു ഇത് പിന്നൊരു ടൈപ്പിലൊരു ഫൗണ്ടൈൻ ഉള്ളു ഇവിടെ പിന്നെ ഇങ്ങനെ പുറത്തേക്ക് മക്ക ഇങ്ങനെ കൈ കാട്ടുമ്പോൾ പുറത്ത് ബണ്ട് അതൊക്കെ ഇത് ക്ലീൻ ആക്കുകയൊക്കെ ഇവിടെ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ നിன்று ഞങ്ങൾ ജോറൊക്കെ മത്സരം സാറല്ലേ ഞാൻ അധികം നിன்று മക്ക കലിക്കട്ടിട്ട് അതിൽ പിന്നെ മേലെല്ലാം പോയിട്ട് സെയിം അങ്ങനെ ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിംഗ് ആക്കുമല്ലോ വേറെ ഒന്നും ഇല്ല ಅಂತ അതെല്ലാം പിന്നെ ഞങ്ങൾ മോനിട്ട പോയി ചെല്ലുമ്പോൾ അപ്പോൾ ഒന്നും പോകണ്ട പിന്നെ ഞങ്ങൾ ബാസ്കിൻ റോബിൻസ് കണ്ടപ്പോൾ പിന്നെ ഐസ്ക്രീം തിന്നാൻ വിചാരിച്ച ഐസ്ക്രീം തിന്നിട്ട് മെല്ലെ കൊണ്ട് സോപ്പിട്ട് അവത്ത് കുട്ടിയോ പോകാൻ ഇന്നും ചമ്മ ലേറ്റ് ആയിത്ത് ഞങ്ങൾ 8 ಗಂಟೆ ആകുമ്പോഴത്തേലേ ಬಂದರು 1-2 hours കൂടി സ്പെൻഡ് ആക്കിയ പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഞങ്ങൾ അവത്ത് വിളിച്ചു ഇന്ന് മേ ബി അവിടെ പോകണോ അവിടെ പോയി ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കുമല്ലോ അങ്ങനെ പ്രൈവസി ഇതാക്കണ്ട ചെന്ന് പിന്നെ അവിടുത്തെ ഐസ്ക്രീം എല്ലാം തിന്നിട്ട് ഞങ്ങൾ ಬರ್ತಾಯ അപ്പോൾ ನನ್ನ ಈ ವ್ಲಾಗ್ ಎಲ್ಲರಿಗೂ ಇಷ್ಟ ಇರಬೇಕಿರೆ ಇನ್ನೂ ನಾನು ನನ್ನ ಫ್ಯಾಮಿಲಿ ರೂಟೆಲ್ಲ ವ್ಲಾಗ್ಸ್ ಎಲ್ಲ ಇಡ್ರೆ ಅಪ್ಪ ಎಲ್ಲರೂ ಸಪೋರ್ಟ್ ಹಾಕೋನು ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕೋನು ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್